ഇപ്പം നമ്മൾ ഈ നൗഷാദിൻ്റെ കാര്യം പറഞ്ഞു. അതിന് മുമ്പാണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വ്യാജം കേരളത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ കാലത്ത്, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാരിക ഒരു മുഖലേഖനം പ്രസിദ്ധീകരിച്ച കാലത്ത്, അതിൻ്റെ തൊട്ട് പിറകെ കേരളത്തിലെ CBCI കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിൻ്റെ മുഖമാസിക ജാഗ്രതയിൽ ഇവിടെ 4500ഓളം പെൺകുട്ടികളെ വിധത്തിൽ ലവ് ജിഹാദിന് വിധേയമാക്കി മതം മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവരെ ഒന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞ വ്യാജം അച്ചടിച്ചു വന്നതിൻ്റെ തൊട്ട് പിറകെ വെള്ളാപ്പള്ളി നടേശനാണ് ഇതിനെ മൂന്നാമത് അംഗീകരിക്കുന്ന ആൾ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് സമ്പന്നമായ ഈഴവ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ഇത്തരം റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു, അവർ ഇങ്ങനെ ലവ് ജിഹാദ് നടപ്പാക്കുന്നു എന്നൊക്കെ അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇന്നോ ഇന്നലെയോ ഉള്ളൊരു ബോധ്യമല്ല. ഈ പറയുന്ന വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ ഉച്ചരിക്കുക, അല്ലെങ്കിൽ വിഷം വമിപ്പിക്കുക, അല്ലെങ്കിൽ വ്യാജം പറയുക, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നിട്ടും വെള്ളാപ്പള്ളി നടേശന് കേരളത്തിലെ ഭരണ നേതൃത്വവും ഭരണത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും, അതിപ്പോൾ ഇന്ന് CPM ആണെങ്കിൽ മുമ്പ് കോൺഗ്രസ് ആയിരുന്നിരിക്കാം, ആരുമാട്ടെ, ഇവരെല്ലാവരും ഒരു മൗനം കൊണ്ട് ഒരു സമ്മതം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ ഇതിനകത്ത് എന്ത് പുതുമ, എന്താണ് ഇവർ പങ്കെടുത്താലും എന്ത് പുതുമ എന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ശരിയാണ്, പുതുമ നിലയ്ക്കില്ല. പക്ഷേ നമ്മൾ അങ്ങനെ കാണുമ്പോഴും നമുക്കതിലൊരു ആശങ്കപ്പെടേണ്ട വസ്തുത ഉണ്ടല്ലോ. കാരണം ഇത് പലപ്പോഴും ആവർത്തിക്കുന്നു പറയുന്ന സമയത്ത് ശരിയാണ്, ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ രാജീവ് ശരിയായ വിധത്തിൽ പറയുന്നത് അത് കറക്റ്റാണത്. അതായത് ഇതിനിപ്പോൾ ഒരു മൗനസമ്മതം അല്ലെങ്കിൽ ഒരു പിന്തുണ മറ്റു രീതിയിലുണ്ട്. കാരണം നമുക്ക് പിന്നീട് വരുന്ന പ്രസ്താവനകളെല്ലാം കാണാം. ഇപ്പോൾ സജി ചെറിയാൻ ഇത് തൊട്ട് പിന്നാലെ ഇദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്ന യാതൊരു ആവശ്യ സമയത്ത് വാനോളം പുകഴ്ത്താണ് ചെയ്യുന്നത്. സജി ചെറിയാൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യം പ്രസംഗിച്ചതിൻ്റെ തൊട്ട് പിറകെ അവിടെ ചെന്നിട്ട് അദ്ദേഹം മഹാത്മാവാണെന്ന് പറഞ്ഞ ആളാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ ഈ പ്രസ്താവന മാത്രമല്ല, തിരുത്തിയെങ്കിൽ കൂടി ഈ ബാങ്ക് വിളിയെക്കുറിച്ചിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ എന്തോ. അതിൻ്റെ പിന്നീട് തിരിച്ചതിന് കേട്ടാൽ. പക്ഷേ എന്തായിരുന്നു ഇതിന് സന്ദർഭം ഈ കേരളത്തിനെ കുറിച്ച് പറയേണ്ടത്? ഇവിടെ കേരളത്തിൽ ഈ ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശബ്ദം ബന്ധപ്പെട്ടോ ഒരു വിഷയമല്ല അത്. അങ്ങനെ വിഷയം കേരളത്തിൽ ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. നമ്മുടെ മറ്റേ ദേവാലയങ്ങളിൽ നിന്നൊക്കെ ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്നത് നമുക്കറിയാം മറ്റ് ഇതായിട്ടാണ്, അതൊന്നും വിമർശിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഒരു കോൺടെക്സ്റ്റ് രംഗത്തിലെ സമയത്ത് ആ കാര്യം സൗദി അറേബ്യയിൽ എന്തുകൊണ്ട് പറഞ്ഞ് ഇവിടെ പറയും, പിന്നീട് ഞാൻ കേട്ട തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരുപാട് തിരുത്തുകളുണ്ട്. ഇപ്പോൾ തിരുത്തുകളുടെ ഒരു വലിയ പുസ്തകം സമാഹാരം തന്നെ ഇറക്കാം സജി ചെറിയാൻ്റെ കാര്യത്തിൽ. ഒന്ന് പറയുന്നത് പിറ്റേ ദിവസം തിരുത്തി തന്നെ വലിയ സമാഹാര പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് എങ്ങനെയാണ്? ഇത് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്താണ് വരുന്നത്. ഈ നൗഷാദിൻ്റെ കാര്യം നേരത്തെ രാജീവ് പറഞ്ഞു. നൗഷാദെ ബന്ധപ്പെട്ട് നമുക്ക് അവലോകിക്കേണ്ട, അത് പറയേണ്ട കാര്യം തന്നെയുണ്ട്. കാരണം നൗഷാദ് മാൻഹോളിൽ വീണ ഒരു ഇതര സംസ്ഥാന തൊഴിൽ, നമ്മൾ പറയുന്ന നമ്മുടെ ഗസ്റ്റ് ലേബർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ആളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത ആളാണ്. അങ്ങനെ ത്യാഗപൂർണ്ണ ഒരു വലിയ ത്യാഗം ഉണ്ട് അതിൻ്റെ അകത്ത്. കേരളത്തിൽ ആര് ചെയ്യും? കേരളയും മിഡിൽ ക്ലാസ് ചെയ്യൂ. അപ്പോൾ അത്തരം ത്യാഗം നിർവഹിച്ച ഒരാളെ ആ കുടുംബം വളരെ നിലമ്പര കുടുംബമാണ്, ആ കുടുംബം സഹായിക്കാൻ ശരിയായ തീരുമാനമായിരുന്നു. അത് സമൂഹത്തിന് ഉത്തരവാദിത്തം, ഗവൺമെൻറ് ചെയ്തത് ശരിയായ സമൂഹത്തിന് ഉത്തരവാദിത്തമായിരുന്നു. അത് കാര്യം മാതൃകയാണ്. അതിനെ തുടർന്ന് ആ യാത്ര ആലുവയിൽ വെച്ച് വിദ്വേഷം നടത്തിയത് ഒരു ആവശ്യമില്ലാത്തത് മാത്രമല്ല, ആ പറയേണ്ട യാതൊരു കോൺടെക്സ്റ്റ് ഉണ്ടായിരുന്ന മാത്രമേ, കോൺടെക്സ്റ്റ് ഉണ്ടോ ഇല്ലുള്ള കാര്യം ഉപരിയായിട്ട് അത് കൃത്യമായിട്ട് മുസ്ലിം സമൂഹത്തെ അവമാനിക്കാനും അവഹേളിക്കാനും വേണ്ടി നടത്തിയതാണ്. അതിപ്പോഴും റിട്രാക്ട് ചെയ്തിട്ടില്ല. അതിനെ പോലീസ് സർവീസിനെ പേടിച്ചു എന്ന് വെച്ചാൽ റിട്രാക്ട് ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മ സമയത്ത് DFI സമ്മേളനം നടക്കുന്ന കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നത് നൗഷാദ് നഗർ എന്നായിരുന്നു അന്ന് DFI ശരിയായ പേര് കൊടുത്തത്. അതൊരു ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിരുന്നു, സെക്കുലർ ഭാഷ സംസാരിക്കുന്ന ഭാഗമായിരുന്നു. ആ DYF എവിടെ? ഞാൻ പറയും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെവിടെ? ഇവിടെ SFI എവിടെ? ഈ വെള്ളാപ്പള്ളി വിദ്യാലയത്തെ മലപ്പുറത്തെ വിദ്യാഭ്യാസ പ്രശ്നത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉത്തരവാദിത്തം എവിടെയും കാര്യം വല്ല അഭിപ്രായം പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടില്ല. സുരേഷ് ഗോപി ആശാവർക്കറിൻ്റെ പരിപാടിയിൽ വന്ന സമയത്ത് ആശാവർക്കർമാരെ കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടി എന്തോ BJP വാദവും പറഞ്ഞ ആൾക്കാർ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വിദ്വേഷത്തെക്കുറിച്ച് എന്തോ അക്ഷരം മിണ്ടിയില്ല. അപ്പോൾ ഈ വോട്ട് ബാങ്ക് അത് വേറെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയ ആൾക്ക് എത്ര സ്വാധീനമുണ്ടെന്ന്.